നമ്മുടെ സമരം 2000 നമുക്കുള്ള റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ഹാളിൽ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ച് 610 കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന് ചർച്ച ചെയ്ത് പല പ്രാവശ്യവും ഇതിന്റെ പ്രതിനിധികൾ ചെല്ലുകയും രാഷ്ട്രീയ നേതാക്കളെ കാണുകയും 2 വർഷങ്ങളോളം ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് അവസാനം നമ്മുടെ രൂപത അഭിവന്യ മെത്രാൻ അംബ്രോസ് പിതാവിന്റെ സഹായത്തോടും KSCയുടെ സഹായത്തോടും കൂടിയാണ് ആദ്യമായിട്ട് നമ്മൾ സെപ്റ്റംബർ 27-ാം തീയതി വഞ്ചി സ്ക്വയറിൽ വെച്ച് ഒരു സദക്ഷണിക്കൽ സമരം നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മളിവിടെ നിരാഹാര സമരം ആരംഭിച്ചത്. ഇന്ന് 83-ാം ദിവസമാണ്. ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ച് നിരാഹാര സമരത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നിഷേധിക്കപ്പെട്ട റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത്. ഈ 83 ദിവസങ്ങളിൽ ഒത്തിരി നേതാക്കൾ നമ്മളിവിടെ വന്ന് ഐക്യം പ്രഖ്യാപിക്കുകയും പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭയുടെയും മറ്റുള്ള സഭകളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നേതാക്കൾ പലരും ഇവിടെ കടന്നു വന്ന് നമ്മളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പോരാട്ടത്തിൽ, പ്രത്യേകിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരെല്ലാവരും ഒരുമിച്ചാണ്. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. 1991 മുതൽ 93 വരെ നമ്മളെല്ലാവരും പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിനുശേഷം 2020 അവസാനം വരെ എല്ലാവരും ടാക്സ് അടച്ചതും നികുതി കൊടുത്ത് എല്ലാം ചെയ്തിരുന്ന ഒരു ഭൂമിയാണ്. എല്ലാവരും ബാങ്കിൽ ഈടായിട്ട് വെച്ച് ലോൺ എടുത്തതാണ്. സഹകരണ ബാങ്കുകൾ മാത്രമല്ല, നാഷണലൈസ്ഡ് ബാങ്ക്സ് എല്ലാം. അതിനുശേഷമാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഭൂമിയല്ല, വഖഫിന്റെ രജിസ്റ്ററിൽ ഇത് ചേർത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പലരും കടന്നു വന്നു. അതിനുവേണ്ടി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കൃത്യമായിട്ട് ഇന്നിവിടെ നമ്മുടെ കൂടെ ആയിരിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി നിയമസഭയിലും മറ്റുള്ള സ്ഥലങ്ങളിലും നമുക്ക് വേണ്ടി ശബ്ദമുയർത്താനും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏറെ സ്നേഹപ്പെട്ട രമേശ് ചെന്നിത്തല സാർ, മുൻ MP-യും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു, ഇപ്പോൾ MLA കൂടിയായ അദ്ദേഹം ഇവിടെ കടന്നു വരുമെന്ന് എനിക്ക് വിനോദ് സാർ MLA ആണ് എന്നോട് ക്രിസ്മസ് ദിനത്തെ അറിയിച്ചത്. അപ്പോൾ ഒത്തിരിയേറെ ദിവസങ്ങൾ വരാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലും സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നിപ്പോൾ തിരക്കുകൾക്കിടെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നമ്മളോട് കൂടെ ആയിരിക്കാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചെന്നിത്തല സാറിനെ ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ പന്തലിലേക്ക്, സമരവേദിയിലേക്ക് നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിനോദ് സാർ MLA പല പ്രാവശ്യവും ഇവിടെ നമ്മുടെ കൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിട്ട് സതീശൻ സാറിന്റെ കൂടെ കടന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ നമ്മോട് കൂടി എപ്പോഴും സംസാരിക്കുകയും നമ്മോട് കൂടെ ആയിരിക്കാനും, അതേപോലെ നമ്മുടെ കൂടെ പല പ്രാവശ്യം കടന്നു ചാണ്ടി ഉമ്മൻ MLA ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മളോട് വന്ന് സംസാരിക്കുകയും അതോടൊപ്പം അൻവർ സാദത്ത് MLA-യും നമ്മോട് കൂടെ ഇവിടെ പല പ്രാവശ്യം കടന്നു വന്നിട്ട് നമ്മോട് കൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കടന്നു വന്ന് ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ സമരപന്തലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അഡ്വക്കേറ്റ് IK രാജു, KPCC സെക്രട്ടറി KP ധനപാലൻ, ഡൊമിനിക് പ്രസന്റേഷൻ സാർ എന്നിവരെയും ഏറെ സ്നേഹത്തോടുകൂടി, ജോസഫ് വാഴയ്ക്കൽ എന്നിവരെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നവർ പലരും നമ്മുടെ ഇടയ്ക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൊമിനിക് സാർ, പ്രസന്റേഷൻ സാറ് എനിക്ക് തോന്നുന്നത് 5-ാമത്തെയോ അല്ലെ 7-ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ, 7-ാമത്തെ പ്രാവശ്യമാണ്.
അപ്പോ നമ്മോട് കൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക മാത്രമല്ല, എനിക്കറിയാം മണിക്കൂറുകളോളം ഇവിടെ വന്നിരുന്ന് ചെലവഴിച്ച് നമ്മോട് കൂടെ സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മോട് കൂടെ തന്റെ സാന്നിധ്യം പ്രകടിപ്പിച്ച് ഇവിടെ കൂടെ ആയിരുന്നു പല പ്രാവശ്യം. അപ്പൊ ഏവർക്കും ഇതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഭൂസമിഴ് സമിതിയുടെ പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ പന്തലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ഞാൻ രമേശ് സാറിനോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളും അവരുടെ വേദനകളും അറിയാനാണ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നേരിട്ട് അവരോട് സംസാരിക്കാനാണ് സാർ ഇവിടെ കടന്നു വന്നിരിക്കുന്നതും. അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളും നമ്മുടെ ചരിത്രവും ഇവിടെ നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്തുണ്ടെങ്കിലും അത് ഈ ഒരു സമയത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. സാറ് നമ്മളെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ശ്രമിക്കാനും കൂടിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സംസാരിക്കാം. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാർ, എനിക്ക് അധികമൊന്നും പറയാനില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെറുതായിട്ട് ചോദിക്കാനുള്ളൂ. ഇവിടെ ഈ പ്രതിപക്ഷ നേതാവ് നമ്മളോടത്ത് പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇത് വഖഭൂമിയല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല MLA-മാരും ഇവിടെ വന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു പോണത്. എനിക്ക് ചോദിക്കാനുള്ളത്, 3 വർഷമായിട്ട് ഈ വഖഫ് എന്ന മഹാദുരന്തം ഈ 610 കുടുംബങ്ങളുടെ മേൽ വന്ന് പതിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഇടക്കാണ് ഇപ്പോൾ ഗവൺമെന്റ് ഈ അടുത്ത ഇടക്കാണ് ഒരു കമ്മീഷനെ വെച്ചിട്ടുള്ളത്. ആ കമ്മീഷന്റെ നടപടി എങ്ങനെയൊക്കെ ആവുമെന്നുള്ളത് അത് ഇനി വരാനുള്ള കാര്യമുള്ളൂ. അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ 140 പേരും കൂടി നിങ്ങൾ നിയമസഭയിൽ ഒന്നിച്ചൊന്ന് കൈപൊക്കാനുള്ളതാണല്ലോ. അപ്പൊ അതിലൊരാളായ താങ്കളുടെ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അടുത്ത നിയമസഭയിലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇത് വഖഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവും ഇവിടെ വന്ന് പ്രസംഗിച്ച ഭൂരിഭാഗം MLA-മാർ, അതായത് കോൺഗ്രസിന്റെ MLA-മാർ, ഇവിടുത്തെ ഒരു MLA ഉണ്ട്, അദ്ദേഹം ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം വേറെ രീതിയിലൊക്കെയാണ് വേറെ സ്ഥലത്തൊക്കെ വന്നെന്ന് പറഞ്ഞത്. അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പൊ ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതും MLA-മാരോട് ഉൾപ്പെടെ താങ്കളോട്, അതായത് മെയിനായിട്ട് രമേശ് ചെന്നിത്തല സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ വഖഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് വഖഫാണോ അല്ലെങ്കിൽ ഇത് വഖഫല്ലാത്ത ഒരു സ്ഥലമാണോ, എന്താണ് താങ്കളുടെ നിലപാടെന്ന് അറിയാനും അതിനെതിരെ നിയമസഭയിൽ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾക്ക് എന്തെങ്കിലും അവിടെ ഒരു സബ്മിഷൻ ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാനോ താങ്കൾ കൊണ്ട് കഴിയുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഗുണകരമായ ഒരു നടപടിയിലേക്ക് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. സാറേ, ഞങ്ങൾ 1975 ഫാറൂഖ് കോളേജിന് കോടതി വിധി വന്ന ഒരു സ്ഥലമാണ്. അതായത് ഫാറൂഖ് കോളേജിന് ഗിഫ്റ്റ് ഡീഡായിട്ട് 2 പ്രാവശ്യം മേൽക്കോടതിയും കീഴ്ക്കോടതിയും വിധിച്ചതാണത്. ഇത് ഞങ്ങൾ എന്നിട്ടാണ് പൈസ കൊടുത്ത് മേടിക്കണത്. 33 വർഷം ഞങ്ങൾ ഇത് കരമടച്ച് കണ്ടപ്പേര് പിടിച്ചിട്ടുണ്ട്. ഈ 610 പേരുടെ കുടുംബങ്ങളിലുള്ള നാഥന്മാരുടെ പേരിലായിരിക്കും ഓരോ തണ്ടപ്പേരും കിടക്കണത്. ഇപ്പൊ നമ്മ ഒരു പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ, സ്ഥലം മേടിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ സ്ഥലം മേടിക്കണമെങ്കിൽ 1,20,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇരിക്കണം, ഇല്ലേ? ഈ പേപ്പറിന് എന്താണ് വിലയുള്ളത്? ഞങ്ങളുടെ പോക്കുവരവ് ചെയ്തിട്ടേക്കണ ഭൂമിയാണ്. റവന്യൂ അധികാരികളെവിടെ ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ മേടിച്ച് തന്ന, അതായത് ഇത് രേഖാമൂലം തന്ന റവന്യൂ അധികാരികളെവിടെ? അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഇത് ബാങ്കിൽ പട്ടയൊന്നും ഞങ്ങളുടെ ആധാരമൊന്നും പണയം വെക്കാൻ പറ്റണില്ല. ഞങ്ങളുടെ പിള്ളേരെ കല്യാണം കഴിച്ചപ്പോ അതായത് ആണുങ്ങൾക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല. കാര്യം എന്താ അറിയാമോ? ഇപ്പൊ ഒരു ആളുടെ പെണ്ണിനെ കൊടുക്കണമെങ്കിൽ അവർക്ക് സ്ഥലവും പേരില്ലെന്ന് പറഞ്ഞാൽ ആരും പെണ്ണിനെ കൊടുക്കൂല. സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് പെണ്ണിനെ കൊടുക്കോ? അതേപോലെ തന്നെ ഞങ്ങളെ പെമ്മക്കളൊന്നും കെട്ടിച്ചേക്കാൻ പറ്റണില്ല. അതായത് ബാങ്കിൽ ഞങ്ങളെ ആധാരങ്ങളൊന്നും കൊടുക്കണില്ല. ഞങ്ങിപ്പോ ശരിക്കും പറയണമെങ്കിലല്ല, ഈ 610 കുടുംബക്കാരെയും ജയിലിലടച്ചേക്കാണ് ഇവര്. 3 വർഷമായിട്ട് ജയിലിലടച്ചേക്കാണ് ഇവര്.
ഇപ്പൊ ഇവിടെ വന്ന് എല്ലാവരും ഇപ്പൊ അന്ന് ഇപ്പൊ ഈ MLA KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടാണ് 2.5 വർഷം ഞങ്ങൾ അയാളുടെ കൂടെ നടന്നാണ്. ഇത് ശരിയാക്കി തരാം നിങ്ങൾ സമരം ചെയ്യില്ലെന്നും പറഞ്ഞിട്ടും 2.5 വർഷം ഞങ്ങൾ അയാളുടെ കൂടെ നിന്ന് നിങ്ങൾ സമരം ചെയ്യുന്ന ഞങ്ങളോട് ഈ KN ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിന്റെ ഞങ്ങൾ ഇത് നടത്തായിരുന്നത്. ഇപ്പൊ സമരം ചെയ്തു കഴിഞ്ഞപ്പോ ചെയ്ത്താൻ കൊണ്ടിരിക്കാൻ കാണുമല്ലോ ഇപ്പൊ ഈ സമരത്തിനെ കാണുന്നത്. ഇവര് ശരിയല്ലേ? ഞങ്ങൾ സമരം ചെയ്തിട്ട് ഇപ്പൊ 83 ദിവസമായി. ഒക്ടോബർ 13 സമരം തുടങ്ങിയതാണിത്. ഇവിടെ ഇത് ബഹബല്ലെന്നാണ് ഞങ്ങളും പറയണത്. ഇത് ബഹവ ആക്ടിൽ പെടാൻ കാര്യം എന്താണ്? ബഹവ് ഭേദഗതി പാസ്സാക്കാതെ ഒരു രക്ഷയില്ല. ഈ ബഹവ് ആക്ട് ഭേദഗതിയില്ലേ, അതായത് സെക്ഷൻ, ഇതൊക്കെ ഭേദഗതി വരുത്താതെ ഇതൊരു കാര്യം നടക്കൂല സാറേ. നിങ്ങൾ ഇവിടെ കിടന്ന് അങ്ങാടും പറഞ്ഞ് ഞങ്ങളെ പന്തെട്ടി കളിക്കണോ തട്ടിക്കളിച്ചിട്ടെന്നാണ്. ഈ LDF ഒന്ന് ഇവിടെ നിന്ന് കുറെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, കുറെ പ്രസംഗിച്ചിട്ടും പോയി. ഇവിടെ BJP-കാർ കയറി വരുന്നുണ്ട്. അവര് പല സമരങ്ങളും നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ BJP കയറി വരും. ഇങ്ങനെ കഴിഞ്ഞാല് അങ്ങാടും കൂടെ തർക്കിച്ചോണ്ടിരിക്കല്ലേ. ഞങ്ങൾ എന്താണ് ഫുട്ബോളാണോ തട്ടിക്കളിക്കാനായിട്ടല്ലായിരിക്കും? ഇല്ലേ? ശരിയല്ലേ? പിന്നെ VD സതീശൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്. അവിടെ തന്നെ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്നിട്ട് ശരിയാക്കി തരാം എന്നാണ് പിന്നെ അവിടെ ചെന്ന് പറഞ്ഞതാണ് എന്റെ അറിവ്. ഇത് ശരിയാക്കാൻ പറ്റൂല. ബാക്ക് ഭേദഗതി വരാതെ ഇതിന്റെ സെക്ഷൻ കളയാതെ രക്ഷയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ VD സതീശൻ എന്ന് പറഞ്ഞ് ഇത്ര ദിവസം കൊണ്ട് ഇപ്പൊ താങ്കളുടെ, അതായത് ചെന്നിത്തല സാറിന്റെ ഇതെന്താണ് ഇവിടെ ഇത് ബഹബാണോ അല്ലയോ? ഞങ്ങളും പറയണത് ഇത് ബഹബല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പൈസ കൊടുത്ത് ചോദിച്ച ഭൂമിയല്ലേ? അപ്പൊ സാറിന്റെ നിലപാടെന്താണ്? ഇത് ബഹബാണോ അല്ലയോ എന്ന് സാറും ഇവരോട് പറയണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സാറേ, എനിക്ക് ചോദിക്കാനല്ല ഉള്ളത്, ഞങ്ങൾക്കൊരു സഹായം തരുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഞങ്ങള് ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിനാലുപരി വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഇവരാരാണ്? ഈ 2 വ്യക്തികളാണ് ഞങ്ങൾക്കെതിരെ ഈ സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവരൊരു സാധാരണ കൂട്ടരാണ്. ഈ 2 സാധാരണ വ്യക്തികൾ എങ്ങനെ ഈ 610 കുടുംബങ്ങളെ, ഈ 2 വ്യക്തികളെ കുറിച്ചൊരു അന്വേഷണം സാറിനെ കൊണ്ട് നിയമസഭയിൽ അവർക്കെതിരെ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ പേര്, ഇവരാരാണ്, ഇവരുടെ ഫണ്ടിങ് ആരാണ്, ഇവരുടെ ആവശ്യം എന്താണ്? കാരണം ഒരു 2 സാധാരണ മത്സ്യത്തൊഴിലാളികളെക്കാളും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന 2 പേരാണ് ഈ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്. വഖഫ് ബോർഡ് ഓക്കെ, ഞങ്ങൾ ആദ്യം കുറെ കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ചെയ്തെങ്കിലും ഇവര് എപ്പോഴും തടയിടുന്നത് ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പാണ്. അതൊരു 2 വ്യക്തികളാണ്. അപ്പോൾ സാറ് ഞങ്ങൾക്ക് വേണ്ട ഒരു സഹായം തരേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 വ്യക്തികൾ ഇവരാരാണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആരാണ്, ഇവർക്ക് ആരാണ് ഈ വക പ്രോത്സാഹനങ്ങളെല്ലാം കൊടുക്കണം, അതിനെതിരെ ഒരു പ്രമേയം നിയമസഭയിൽ പാസ്സാക്കി ഈ 2 വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇവർ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്? സാധാരണ ഇവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളിനേലും വളരെ പാവപ്പെട്ട ആൾക്കാരായിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചത്. പിന്നെ ബാക്കി കാര്യങ്ങൾ സാറ് ഞാനിവിടെ പറയേണ്ടെന്ന് ഓർത്തിട്ടാണ്, ഗൂഗിളിൽ അന്വേഷിച്ചാൽ മതി. കാരണം അത്രയ്ക്കും പ്രശ്നങ്ങളുള്ള 2 വ്യക്തികളാണ് ഇവര്. അത്രയ്ക്കും ക്രിമിനൽ കേസുകളുള്ള ഒരു വ്യക്തികളാണ് ഈ 2 വ്യക്തികൾ. എങ്ങനെ ഈ ഒരു വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ടാക്കി ഇത്രയും ആൾക്കാരെ എങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണം? ഇപ്പോഴും അവര് നാസർ മനയിൽ അബ്ദുൽ സലാം, ഈ 2 വ്യക്തികളെ കുറിച്ച് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ 2 വ്യക്തികളെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഇവരുടെ കാര്യങ്ങൾ എന്താണെന്നും അത് ഇവരെ കുറിച്ച് പറയാം. കാരണം ഇവരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഗൂഗിളിൽ ചെയ്തു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് ഒഫീഷ്യലി, ഇവർ പണ്ട് വഖഫ് ബോർഡ് മെമ്പേഴ്സ് ആയിരുന്നു. പണ്ട് വഖഫ് ബോർഡ് ഒഫീഷ്യലി ഇവരെ 2 പേരും ഡിസ്മിസ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം വഖഫ് ബോർഡ് തന്നെ 2022 ഇവർക്കെതിരെ ഒരു ഫോമാറ്റ്, ഒരു ഇത് ഇറക്കിയിട്ടുണ്ട്, ഓർഡർ ഇറക്കിയിട്ടുണ്ട്. കാരണം ഇവർ ഫ്രോഡാണ്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അതിലുപരി അതിന് വേറൊരു കാര്യം സംസാരിക്കുന്നുണ്ട് വഖഫ് ബോർഡ്. ഇവർ 2 പേരും കൂടി ഒരു 500 കോടി രൂപയുടെ ഒരു അഴിമതി പറയുന്നുണ്ട് ആ ബോർഡിൽ, ഈ 2 വ്യക്തികൾ ക്രിയേറ്റ് ചെയ്തത്. അത് കൂടാതെ വേറെ പല കാര്യങ്ങളും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് സാറിന് വേണമെങ്കിൽ വഖഫ് ബോർഡ് ഇറക്കിയിരിക്കുന്ന അതിന്റെ കോപ്പി ഞങ്ങൾ തരാം. അപ്പൊ ഞങ്ങൾക്കൊരാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 വ്യക്തികൾ എങ്ങനെ, ഹൗ വാസ് ദിസ് പോസിബിൾ ഫോർ ദിസ് 2 പീപ്പിൾ, എങ്ങനെ ഇതൊരു ചെയ്യാൻ പറ്റി എന്നുള്ളത് ഈ 2 വ്യക്തികളെ കുറിച്ച് ഒരു അന്വേഷണം വേണം. കാരണം ഈ 2 വ്യക്തികളെ കുറിച്ച് സാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് അത് കിട്ടും. ഇവരാരായിരുന്നു,
ഇവരുടെ ബാക്ക് ഇതാണ്. അപ്പൊ ആ ഒരു പ്രമേയം, കാരണം ഈ രണ്ട് വ്യക്തികളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇവർ രണ്ടുപേരും വഖഫ് ബോർഡ് മെമ്പേഴ്സ് ആയിരുന്നു. ഇവരവിടെ അഴിമതി കാട്ടിയതിന് ഇവർ രണ്ടുപേരും വഖഫ് ബോർഡിൽ നിന്ന് പുറത്താക്കിയാണ്. അത് സാർ ആ വഖഫ് ബോർഡ് ഇറക്കിയിരിക്കുന്ന ആ ഒരു കോപ്പിയുണ്ട്, ഇവരെ കുറിച്ച് ഇറക്കിയിരിക്കുന്ന ഒരു കോപ്പിയുണ്ട്. അതിന്റെ കോപ്പി ഞങ്ങളുടെ രണ്ടാമത് തരാം. അതിൽ വിശദം എനിക്ക് തോന്നുന്നു ഒരു 2016-2017 ആ ടൈം, അതെനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ അവരാണ് ഒഫീഷ്യലി മറ്റേ റിപ്പബ്ലിക് ചാനലിന് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വഖഫ് ബോർഡ് കേരളത്തിൽ 30,000 ഏക്കർ ആണ് അവരുടെ അധീനതപ്പെട്ട, അവരുടെ കയ്യിൽ നിന്നാണ് ഈ വക കാര്യങ്ങളെല്ലാം ലീക്ക് ചെയ്തത്. അപ്പോൾ അവരെ കുറിച്ച് ഒരു അന്വേഷണം സാറ് വെക്കണം. ഇവർ രണ്ടുപേരെ കുറിച്ചും നിയമസഭയിൽ ഇവരാരാണ്, കാരണം ഇവരാണ് ശരിക്കും ഇപ്പൊ ഏറ്റവും വലിയൊരു ശല്യമായി മാറിയിരിക്കുന്നത്. ഇവർക്ക് ആരാണ് ഫണ്ട് ചെയ്യണതും ഒരു സാധാരണ രണ്ട് വ്യക്തികളാണ് ഇവര്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. സാർ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇവിടെ വന്നപ്പോൾ പറയുകയുണ്ടായി ഗവൺമെന്റിന് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നമെന്ന്. അതുതന്നെ CPM-ന്റെ MLA ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബഹുജന കൂട്ടായ്മയിൽ പറയുകയുണ്ടായി, പോപ്പ് വിചാരിച്ചാലും പിണറായി സർക്കാർ വിചാരിച്ചാൽ മാത്രമേ ഇക്കാര്യം സോൾവ് ആവുകയുള്ളൂ എന്ന്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വെച്ചത് ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും, സതീശൻ സാർ പറഞ്ഞു വെച്ചത് 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന്. നമുക്കറിയാം, ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ, ഭരണപക്ഷം ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കേണ്ട കടമ ഒരു പ്രതിപക്ഷ പാർട്ടിക്കുണ്ട്. അങ്ങനെയല്ലേ സാർ? ബാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് പ്രതിപക്ഷത്തിന് സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നില്ലേ? 10 മിനിറ്റ് കൊണ്ട് ഗവൺമെന്റിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം ഗവൺമെന്റ് പരിഹരിക്കുന്നില്ല എങ്കിൽ അതിൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് പ്രതിപക്ഷത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷമാണോ നമുക്കുള്ളത്? ഇപ്പൊ CPM പറഞ്ഞു പിണറായി സർക്കാർ വിചാരിച്ചാലേ ഇത് സാധിക്കുകയുള്ളൂ. സതീശൻ സാർ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് പിണറായി സർക്കാർ വിചാരിച്ചാൽ ഇക്കാര്യം തീരുമെന്ന്. അപ്പോൾ ആ കാര്യം തീരുന്നതിന് സമ്മർദ്ദം ചെലുത്താനായിട്ട് അങ്ങയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സമരമുറകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. സാറേ നമസ്കാരം. മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ വന്ന് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം എനിക്ക് 2 ചോദ്യങ്ങളാണ് സാറിനോട് ചോദിക്കാനുള്ളത്. മുൻപത്തെ പ്രശ്നം അമെൻഡ്മെന്റ് ആക്ടിൽ തീരുമോ? രണ്ടാമത്തെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസും ലോക്സഭയിലെ പ്രതിപക്ഷം എന്നൊരു കോൺഗ്രസാണ്. ഇത് രണ്ടും എന്തുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതി എതിർത്തിട്ട് മുൻപത്ത് വന്നിട്ട് മുൻപത്തെ ജനങ്ങൾക്ക് ഒപ്പാണെന്ന് പറയുന്നില്ല? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് കേട്ടതിന് മറുപടി പറഞ്ഞുകൊണ്ട് അല്ല, ഇപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പൊ ഇവിടെ EP 2655/2008 അതാണ് ഹൈക്കോടതിയിൽ അബ്ദുൽ സലാമും നാസർ മനയിലും കൊടുത്തത്. അതിലെ അവർ പറഞ്ഞിരിക്കുന്നത് 1995 ആക്ട് അനുസരിച്ച്, ആ ആക്ട് സെക്ഷൻ 36A-40 പ്രകാരം ഇത് ഞങ്ങൾക്ക് വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് നടപ്പിലാക്കി തരണം. അത് അങ്ങനെയാണ്. അപ്പൊ അതായത് 1995 ആക്ടാണ് അതിന് കാരണമെന്നാണ് നാസർ മനയിലും അബ്ദുൽ സലാമും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ 685/2008 ആ കേസ് ഫയൽ ചെയ്തത്. അതിനോടനുബന്ധിച്ചിട്ടാണ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ഈ പറയുന്ന നിസാർ കമ്മീഷനെ വയ്ക്കുന്നത്. പക്ഷെ നിസാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ അട്ടർ ഫെയിലിയർ ആയിരുന്നു, ശരിയായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് നോട്ടീസ് തരികയോ ഞങ്ങളെ കേൾക്കുകയോ ഒരു സർവേ നടത്തുകയോ ഒന്നും ചെയ്യാതെ ഏകപക്ഷീയമായി ഫറൂഖ് കോളേജിനോട് ചോദിച്ചപ്പോൾ ഫറൂഖ് കോളേജ് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, ഇത് ഗിഫ്റ്റ് ഡീഡാണെന്ന് പറഞ്ഞു. പക്ഷേ വഖഫ് ബോർഡ് മെമ്പർമാർ, അതായത് വഖഫ് ബോർഡ് CEO കൊടുത്തത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞു.
അപ്പൊ വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് അത് കൺക്ലൂഷൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 1995 ആക്ടിൽ മാറ്റപ്പെടേണ്ടതായിട്ടുള്ള അമെന്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ആവശ്യമല്ലേ? ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ ഇവിടെ ഒത്തിരിയേറെ സാമുദായികവും അല്ലാതെയുമുള്ള സംഘർഷങ്ങൾക്കെല്ലാം ഉടലെടുക്കുന്നതിന് അങ്ങനെയുള്ള അമെന്റ്മെന്റുകൾ വരുത്തേണ്ടത് ആവശ്യമല്ലേ എന്നാണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനായിട്ടുള്ളത്. ഏറെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന രമേശ് സാറിനും അതേപോലെ ഇവിടെയുള്ള മുഴുവൻ MLA-മാർക്കും നേതാക്കന്മാർക്കും സ്വാഗതം പറയുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ സാറിനെ ഏറെ സന്തോഷത്തോടെ ഐക്യദാർഢ്യം പറയുന്നതിന് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട റവറൻ ഫാദർ ആന്റണി അച്ഛൻ, പ്രിയമുള്ള മുൻ പാർലമെന്റ് അംഗം നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ KP ധനപാലൻ, MLA-മാരായ ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ TJ വിനോദ്, ശ്രീ അൻവർ സാദത്ത്, ശ്രീ റോജി M. ജോൺ, മുൻ മന്ത്രി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, പ്രിയമുള്ള KP ഹരിദാസ്, മുൻ MLA-യും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീ ജോസഫ് വാഴക്കൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, ശ്രീ ടിറ്റോ, ടോണി ചമ്മണി, ശ്രീ ദീപക്, ശ്രീ ടോമി, സാംസൺ, മറ്റ് ഈ വേദിയിലുള്ള നമ്മുടെ സിൻഡോ ജേക്കബ്, സോണിരാജ്, മുനമ്പ സന്തോഷ്, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 83 ദിവസമായി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഭൂസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ നിരാഹാര സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ സന്ദർഭത്തിൽ ഞാൻ ഇവിടുത്തെ MLA-മാരുമായും ബന്ധപ്പെട്ടവരോടും ഈ സമരത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇടയ്ക്ക് 1-2 തവണ വരാനുള്ള സമയം തയ്യാറായെങ്കിലും മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ഇന്നാണ് ഇവിടെ വരാനുള്ള അവസരമുണ്ടായത്. വാസ്തവത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമായി ഞാൻ കണക്കാക്കുകയാണ്. ഇതിന്റെ ചരിത്രവും ഇതിന്റെ മറ്റ് വിശദാംശങ്ങളുമെല്ലാം ഇവിടെ എനിക്ക് എഴുതി തരികയുണ്ടായി. നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ നൂറ്റാണ്ടുകളായി മുനമ്പം കടൽ തീരത്ത് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളാണ്. അവിടെ നിന്നാണ് തിരുവിതാംകൂർ രാജാവ് കയ്യിൽ നിന്ന് 404 ഏക്കർ ഭൂമി ഇവിടെ സത്താർ മൂസ ഹാജി സേട്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട ചരിത്രമെല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കകത്ത് 10-33 വർഷമായി ബഹുമാനപ്പെട്ട അച്ഛൻ ചൂണ്ടിക്കാണിച്ച പോലെ നിങ്ങളിവിടെ ഇവിടെ കരമടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഇത് മുന്നോട്ട് പോയ സാഹചര്യം എന്നോട് അന്തരിച്ച ശ്രീ പോൾ വക്കീല് എന്നോട് ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നു, എന്റെ സെക്രട്ടറി, അദ്ദേഹം എന്നോട് ഒരിക്കല് എനിക്ക് ഓർക്കുകയായിരുന്നു ഈ സമരത്തിൽ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അന്നത്തെ നിയമപരമായ ചില കാര്യങ്ങൾ എന്നോടന്ന് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നിയമപരമായി നിങ്ങൾ 10-33 വർഷമായി നിങ്ങൾ ഇവിടെ കരമടയ്ക്കുന്നു, ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു.
അപ്പോഴാണ് ഇപ്പോൾ കരമടയ്ക്കേണ്ട എന്നൊരു നിലപാടുണ്ടാവുകയും ഭൂമിയിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അതാണ് പ്രശ്നം. നമ്മള് നാട്ടിൽ ഇതിനുവേണ്ടി അനിശ്ചിതമായ നിരാഹാര സമരമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നിങ്ങളുടെ ആവലാതികളും പ്രശ്നങ്ങളും കേൾക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഞാനിവിടെ വന്നത് ഞങ്ങളത് കേട്ട ശേഷം സ്വാഭാവികമായും തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് വേണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. അതേത് ഗവൺമെന്റ് ആണെങ്കിലും. ഞാൻ ഓർക്കുന്നു ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ ഞങ്ങള് ഇടപെട്ട് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ സമരം ചെയ്യുന്ന നിങ്ങളെ എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചോ? ഇതുവരെ വിളിച്ചോ? ഓൺലൈനിലല്ല, മുഖാമുഖം കണ്ട് വേണമല്ലോ മീറ്റിംഗ് നടത്താൻ. അപ്പൊ 83 ദിവസക്കാലമായി ഇവിടെ സമരം നടത്തുന്ന നിങ്ങളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതായിരുന്നു. അത് വിളിക്കാതിരുന്നത് ഒരിക്കലും ശരി. ഇതുപോലെ എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ ഞങ്ങളൊക്കെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ തീരും, ചിലത് തീരില്ല. ചിലതിനകത്ത് നിയമപ്രശ്നം ഉണ്ടാവും, ചിലതിനകത്ത് കോടതിയുടെ ഇടപെടലുണ്ട്, ഒക്കെ ഉണ്ടാവും. അപ്പൊ മുനമ്പത്ത് കഴിഞ്ഞ് 83 ദിവസമായി ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പെട്ട ആളുകളെ വിളിച്ച്, അതിന്റെ പ്രതിനിധികളെ, എല്ലാവരെയും അല്ല, പ്രതിനിധികളെ വിളിച്ച് ഒരു ചർച്ച നടത്താൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെ സൂചിപ്പിച്ചല്ലോ ബഹുമാനപ്പെട്ട അച്ഛനും ബെന്നിയും. ബെന്നി പോയോ? ബെന്നിയും അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പേര് ശ്രീ ഫിലിപ്പും ഒക്കെ നമ്മുടെ സഹോദരി സിജി എല്ലാവരും ഇവിടെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അവൻ നമ്മുടെ അഭിപ്രായങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഉണ്ടാകുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാര്യം. കേരളം പോലെ സംസ്ഥാനത്ത് 83 ദിവസക്കാലമായി സമരം ചെയ്ത ആരുമാകട്ടെ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഒരു ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സമരം ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോഴാണ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെച്ചു. ഞാൻ ആ കമ്മീഷന്റെ ആളുമായിട്ട്, കമ്മീഷൻ ജസ്റ്റിസ് ശ്രീ രാമേന്ദ്രൻ നായരുമായിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹവും കമ്മീഷൻ നാളെ ഇവിടെ സിറ്റിംഗ് നടത്തുന്നുണ്ട്. പരാതികൾ കൊടുക്കേണ്ടവർക്കെല്ലാം പരാതികൾ കൊടുക്കാനുള്ള അവസരമുണ്ട് എന്ന്. അപ്പൊ സർക്കാർ ചെയ്യേണ്ടതായിരുന്നു, അത് വേറെ കാര്യം. അപ്പൊ കമ്മീഷൻ വന്ന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരാതികൾ നൽകണം. ആരും നൽകാതിരിക്കേണ്ട. എല്ലാവരും നമ്മുടെ ഇവിടെ പറഞ്ഞ അഭിപ്രായങ്ങളും നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളുമെല്ലാം അവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണ്? ഈ രണ്ടുപേരുടെ പേരിവിടെ പറഞ്ഞു. ഫിലിപ്പ് ഇവിടെ പറഞ്ഞു, ശ്രീ നാസർ മനയിലും അബ്ദുൽ സലാം. അവരുടെ വഖഫ് ബോർഡ് മെമ്പർമാരായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ വഖഫ് ബോർഡ് മെമ്പർമാരായിരുന്ന ആളുകളാണ് ഇപ്പൊ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അവരെ വഖഫ് ബോർഡ് തന്നെ പുറത്താക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സംഭവം കോടതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരമൊരു പ്രശ്നത്തിൽ ഗവൺമെന്റ് കുറെ കൂടി ഗൌരവതരമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ കമ്മീഷൻ വന്നിട്ട് തീർച്ചയായിട്ടും കമ്മീഷന്റെ മുമ്പിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, കമ്മീഷനുമായിട്ട് ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നാളെ പരാതി സ്വീകരിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് 2 മാസത്തിനുള്ളിൽ, ഏപ്രിൽ മാസത്തിലൂടെ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇത്രയും വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഇവിടെ മത്സ്യബന്ധനം നടത്തി ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക്, ആ ജനവിഭാഗത്തിന് 33 വർഷമായി ടാക്സും കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഈ കേസ് കൊടുത്ത ആളുകൾ കൂടി ചിന്തിക്കണ്ടേ?
എങ്ങനെ നടക്കുന്ന കാര്യമാണ് എന്ന് അവരോട് ചിന്തിക്കണ്ടേ? അപ്പോൾ നീതിരഹിതമായ ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ വ്യക്തമാക്കാറുള്ളത്. പക്ഷെ അതിന് നിയമപരമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. വികാരത്തെക്കാൾ വിവേകമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞ ഞങ്ങൾ അസംബ്ലി ഉന്നയിക്കും, ഒരു സംശയവും വേണ്ട. മുനമ്പം വിഷയം ഞങ്ങൾ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ MLA-മാരും എല്ലാം കൂടി ആലോചിച്ച് ഞങ്ങൾ അസംബ്ലിയിൽ 17-ാം തീയതി തുടങ്ങുന്ന അസംബ്ലി ഉന്നയിക്കും. സംശയം വേണ്ട, ഉന്നയിക്കും. അത് ഞങ്ങളുടെ കടമയാണ്. നമ്മുടെ സഹോദരി ചോദിച്ചു, പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ഏതായാലും കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. 75,000 രൂപ 7,500 കോടി രൂപയാണ് നമ്മുടെയൊക്കെ തലയിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടിച്ചേൽപ്പിച്ചത്. നമ്മളെല്ലാം ആവശ്യപ്പെടുകയല്ലേ? പിൻവലിക്കുന്നുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ഈ സർക്കാരിനോട് നമ്മൾ ചെയ്യുന്നുണ്ടോ? തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാനും സമരം ചെയ്യാനുമാണ് കഴിയുന്നത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ പ്രശ്നം ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ഞാനും ആഭ്യന്തരമന്ത്രിയായി, ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലേ? ഞങ്ങൾ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കും. പക്ഷേ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണിക്കാതെ ധിക്കാരവും ഇതിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റിനുള്ളത്. ആ സഹോദരി ചോദിച്ചത് ശരിയാണ്. ഭരണപക്ഷം തെറ്റ് ചെയ്താൽ അതിനെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കണ്ടേ? ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ പരിഹാരം ഉണ്ടാകുന്നില്ല. അവിടെയാണ് സർക്കാരിന്റെ കടുംപിടുത്തം, ധിക്കാരം. അത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയുമല്ല ചെയ്യേണ്ടത്. ഇത് 83 ദിവസമായി സമരം നടത്തുന്നവരെ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ അനാവശ്യമായി നാട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിലടിക്കുന്ന അവസരം ഉണ്ടാക്കാൻ ഒരിക്കലും പാടില്ല. ചില ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടാവും. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായി പറയുന്നവരുണ്ടാകും. അവരുമായി ചർച്ച ചെയ്യണം. അതല്ലേ ജനാധിപത്യത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത്? എല്ലാവരുമായി ചർച്ച ചെയ്യണം. ന്യായവും നീതിയും എവിടെയാണെന്ന് കണ്ടെത്തണം. ഞാൻ വിശ്വസിക്കുന്നു ന്യായം നിങ്ങളുടെ ഭാഗത്താണ്. കാരണം നിങ്ങളുടെ പൂർവികന്മാർ ഇവിടെ ജീവിച്ചു വന്നതാണ്. മത്സ്യബന്ധനത്തിൽ ജീവിച്ച്, ഈ നാട്ടിൽ ജീവിച്ച് എത്രയോ തലമുറകൾ ഇവിടെ മട്ടിൽ ജീവിച്ചവരാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് 33 വർഷം കരമടയ്ക്കാൻ ഉള്ള അവകാശമുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ആ അവകാശം എങ്ങനെ നിഷേധിക്കപ്പെടും? നിങ്ങൾ ഇവിടെ താമസിക്കുന്നു, നിങ്ങൾ വീട് വെച്ച് താമസിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഉപജീവനം നടത്തുന്നു, മത്സ്യബന്ധനത്തിന് പോകുന്നു. അങ്ങനെയുള്ള ആളുകളെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്, നീതിയാണ്? അപ്പോൾ ഇതിന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് നിങ്ങൾ ഏതായാലും സമരം ഇത്രയും ദിവസമായി സർക്കാർ ഒന്നും ചെയ്തില്ല. കമ്മീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഭൂമിയെ പറ്റി തീരുമാനിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ആയിക്കോട്ടെ, ആലോചിക്കട്ടെ. നാളെ എല്ലാവരും പോയി കമ്മീഷന് മുമ്പിൽ പരാതി കൊടുക്കുകയും വേണം. വസ്തുതകൾ പറയണം. ന്യായമായി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയണം. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രമ്യമായി പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കാനുള്ള. ഇവിടെ സഹോദരി പറഞ്ഞത് ശരിയാണ്. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ സർക്കാരിലായിരുന്നെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചേനെ. ഞങ്ങൾ പ്രതിപക്ഷത്തായതുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. ആ ആവശ്യം ഞങ്ങൾ നിയമസഭയിൽ 17-ാം തീയതി ഞങ്ങളെ കൂടി ആലോചിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തീരുമാനിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വഖഫ് ബോർഡ് പുതിയ ബില്ല് ഇപ്പൊ പൂർണ്ണമായും നടപ്പായിട്ടില്ല. ഇതിപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലാണ്. ആ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മെമ്പർമാർ അതിലുണ്ട്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഞങ്ങളുടെ കോൺഗ്രസിന്റെ മെമ്പർമാരുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞ ബെന്നിയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അവരെ അറിയിക്കാം. ഇത് തീരുമാനമായിട്ടില്ല. കാരണം അങ്ങനെ ബില്ല് വന്നപ്പോൾ അതിന്റെ വരുമുഴാളികളെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു. പെട്ടെന്ന് കൊണ്ടുവന്നൊരു ബില്ലാണ്. അപ്പൊ തന്നെ ജോയിന്റ് പാർലമെന്ററി പാർട്ടിക്ക് വിട്ടു. അപ്പം